തൻ്റെ സഹോദരപുത്രനായ ലോത്തിന് ഒരപകടം നേരിട്ടിരിക്കുന്നു എന്ന വാർത്ത അബ്രഹാം കേട്ടപ്പോൾ തന്നെ ഉടനെ അവൻ തൻ്റെ വീട്ടിലെ ചില അഭ്യാസികളെയും കൂട്ടി യുദ്ധക്കളത്തിലേക്ക് യാത്രയായി. ചില ശത്രുക്കൾ ലോത്ത് പാർത്തിരുന്ന രാജ്യത്തോട് യുദ്ധം ചെയ്തു. അവിടെയുള്ള ജനങ്ങളെ പിടിച്ചുകൊണ്ടുപോയ അവസരത്തിൽ ലോത്തിനെയും കുടുംബത്തെയും കൂടെ അവർ പിടിച്ചുകൊണ്ടുപോയി. സഹോദരനൊരു കഷ്ടം വന്നപ്പോൾ അബ്രഹാം അവനെ രക്ഷിക്കുവാൻ ജീവൻ പണയം വെച്ച് യുദ്ധക്കളത്തിലിറങ്ങി. അവൻ തൻ്റെ സഹോദരനെ രക്ഷിച്ചു, അവൻ്റെ കുടുംബത്തെ രക്ഷിച്ചു. തിരിച്ച് മടങ്ങി വരുമ്പോൾ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായ ശാലേം രാജാവായ മൽക്കീസദേക്ക് അബ്രഹാമിനെ കാത്തിരിക്കുകയായിരുന്നു. സ്വർഗത്തിൽ നിന്ന് ഒരനുഗ്രഹം ആ നിമിഷം തന്നെ അബ്രഹാമിൻ്റെ മേൽ വന്നു. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹത്തിൻ്റെ വഴി കണ്ടു. കൂട്ടു സഹോദരൻ്റെ വിഷയത്തിൽ അബ്രഹാം എടുത്ത നിലപാട്, സഹോദരനൊരു അപകടം വന്നപ്പോൾ അവനെ അതിലൊന്ന് സഹായിക്കാൻ, എന്തെങ്കിലും ചെയ്യാനല്ല അബ്രഹാം മനസ്സ് വെച്ചത്. അവനെ രക്ഷിക്കാൻ മാക്സിമം ചെയ്യണം. ജീവൻ നഷ്ടപ്പെട്ടാലും എൻ്റെ സഹോദരനെ രക്ഷിക്കണം. പ്രിയപ്പെട്ടവരെ, കൂട്ടു സഹോദരൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ജീവനെ കൊടുക്കുവാൻ തയ്യാറായ അബ്രഹാം പിന്നെ കാണുന്നതൊരു അനുഗ്രഹമാണ്. നമ്മെ എല്ലാവരും രക്ഷിക്കുവാൻ പ്രാണൻ വെച്ചു കൊടുത്തൊരു കൂട്ടുകാരനുണ്ട്. നമ്മുടെ സഹോദരൻ, നമ്മുടെ അപ്പൻ. ആ അപ്പൻ ക്രൂശിൽ നമുക്കെല്ലാവർക്കും വേണ്ടി എന്തെങ്കിലും ചെയ്യാനല്ല ആഗ്രഹിച്ചത്. മാക്സിമം ഏറ്റവും ബെസ്റ്റ് നമുക്ക് വേണ്ടി ക്രൂശിൽ ചെയ്തു. അപ്പോൾ ഒരു ഡോർ തുറന്നു. ഇറ്റ്സ് എ ഡോർ ഓഫ് ബ്ലെസ്സിങ്. അനുഗ്രഹത്തിൻ്റെ വാതിൽ. സകല മനുഷ്യർക്കും രക്ഷ വന്നു, പാപമോചനം, നിത്യജീവൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യരുത്. നിങ്ങൾ മാക്സിമം ചെയ്യണം. ശക്തിയോടെ ചെയ്യണം, ആത്മാർത്ഥതയോടെ ചെയ്യണം. പരിശുദ്ധാത്മാവ് നമ്മോട് ആലോചന പറയുന്നു. കൂട്ടുകാരൻ്റെ വിഷയത്തിൽ, സഹോദരൻ്റെ വിഷയത്തിൽ, പ്രിയപ്പെട്ടവരുടെ വിഷയത്തിൽ നമ്മുടെ നിലപാടുകൾ അത് വരുത്തുന്ന മാറ്റങ്ങൾ, തുറക്കുന്ന വാതിലുകൾ, ഒഴുകുന്ന അനുഗ്രഹങ്ങൾ തലമുറ തലമുറയായി കൈമാറുന്ന അനുഗ്രഹങ്ങളാണ്. അബ്രഹാം അത് ചെയ്തു. അബ്രഹാം എപ്പോഴും വേഗത്തിൽ പ്രതികരിക്കുന്നവനാണ്. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അപ്പം തന്നെ അത് ചെയ്യും. ദൈവശബ്ദത്തോടുള്ള പ്രതികരണം ഷാർപ്പാണ്. കൂട്ടുകാരൻ്റെ വിഷയത്തിലും അങ്ങനെ തന്നെ ആയിരുന്നു. ദൈവം അവന് വേണ്ടി ഇറങ്ങി വന്നു. ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. നിന്നെ ദൈവം അനുഗ്രഹിക്കും. വചനത്തോടുള്ള പ്രതികരണം, കൂട്ടുകാരൻ്റെ വിഷയത്തിലുള്ള പ്രതികരണം നിന്റെ വീട്ടിൽ അനുഗ്രഹം വിളിച്ചു വരുത്തും. തലമുറ തലമുറ കൈമാറുന്നൊരു ബ്ലെസ്സിങ് ഇതാ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുന്നു. വചനത്തെ ഏറ്റെടുക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.